സ്റ്റോറി സൈഡിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഒരു ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 20-കാരി ലാരിസ എന്ന പെൺകുട്ടിയും ഭർത്താവും ഒരു വിമാനാപകടത്തിൽ കൊടുങ്കാടിനുള്ളിൽ അവൾ അകപ്പെട്ടു പോവുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം, കൂട്ടിനുള്ളത് ഭർത്താവിന്റെയും കൂടെയുണ്ടായിരുന്നവരുടെയും മൃതദേഹങ്ങൾ മാത്രം. ആഹാരമില്ല, അപകടത്തിന്റെ ഭാഗമായി പല്ലുവരെ പോയിരിക്കുന്നു. ദേഹമാസകലമുള്ള മുറിവുകളുടെ വേദന, തണുപ്പും മഴയും. അവളുടെ അതിജീവന കഥയാണിത്. വെറുമൊരു കെട്ടുകഥയല്ല. ലാരിസ സവസ്കിയ എന്ന സോവിയറ്റ് പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ 100% സത്യമായ സംഭവ കഥയാണിത്. അവളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 1981 ഓഗസ്റ്റ് 24-ന് സോവിയറ്റ് യൂണിയനിൽ നടന്ന ഒരു പ്ലെയിൻ ക്രാഷ്. പാസഞ്ചർ പ്ലെയിൻ ആന്റോനോവ് An-24-ഉം മിലിറ്ററി ബോംബർ Tu-16-ഉം ഇവ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചുണ്ടായ ആക്സിഡന്റിനെ ആസ്പദമാക്കി ദിമിത്രി സുവോറോവ് സംവിധാനം ചെയ്ത ദ വൺ എന്ന മൂവിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സിനിമയുടെ ആദ്യം കാണിക്കുന്നത് ലാരിസ സവറ്റ്സ്കിയായും ഭർത്താവ് വ്ളാഡിമറും ഒരു ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്യുന്നു. 4 മണിക്കൂർ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. ബോറടിച്ചിരിക്കുന്ന ലാരിസയുടെ അടുക്കിലേക്ക് ഒരു പൈലറ്റ് വരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ വരുന്നോ? ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ അല്ലേ? ടൈം ഉണ്ട്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാനൊരു പൈലറ്റ് അല്ലേ, എനിക്കിവിടൊക്കെ നന്നായി അറിയാം. അപ്പോൾ ലാരിസ പറയുന്നു, എനിക്ക് കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാടായി ആഗ്രഹിക്കുന്നു ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്, എന്റെ ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കണം, അദ്ദേഹം സമ്മതിച്ചാൽ വരാം എന്ന് പറഞ്ഞ് വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ദൂരെ നിൽപ്പുണ്ട്. അവനെ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു, താങ്കൾ പോയി അദ്ദേഹത്തോട് അനുവാദം മേടിച്ചാലും. പെട്ടെന്ന് പൈലറ്റിന് വല്ലാണ്ടാവുന്നു. എന്നാൽ ആ ചമ്മൽ മുഖത്ത് കാണിക്കാതെ അയാൾ ദേഷ്യത്തോടെ നടന്നു പോകുന്നു. അതിനുശേഷം ലാരിസയും വ്ളാഡിമറും ഫ്ലൈറ്റ് കയറാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ പിന്നിലായി കുറച്ച് പ്രായമുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ കുശലം പറഞ്ഞു. ഗ്രൂമോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. വർഷങ്ങൾ കൂടി ഭാര്യയെയും മക്കളെയും കാണാൻ പോവുകയാണ്. അതിന്റെ സന്തോഷമുണ്ട്. അവർക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ ഫ്ലൈറ്റിൽ കയറി. 4 മണിക്കൂർ വൈകിയതുകൊണ്ട് യുദ്ധവിമാനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടാണ്, സൂക്ഷിക്കണം എന്ന് കൺട്രോൾ റൂമിൽ നിന്നും പൈലറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് മുകളിലേക്ക് ഉയർന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്ന ഒട്ടുമിക്ക ആൾക്കാര് സീറ്റ് ബെൽറ്റ് ഊരുന്നു. ലാരിസ വ്ളാഡിമറിന്റെ ചുമലിൽ തലവെച്ച് അവരുടെ ഭാവി ജീവിതത്തിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് വളരെ സന്തോഷവതിയായി കിടക്കുകയാണ്. അവർ വളരെയധികം ഹാപ്പിയായിരുന്നു. പെട്ടെന്ന് ഫ്ലൈറ്റിന് ഒരു വൈബ്രേഷൻ വരുന്നു. വ്ളാഡിമറിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വീഴുന്നു. അതിലുണ്ടായിരുന്ന അവരുടെ എൻഗേജ്മെന്റ് റിംഗ് തെറിച്ചു പോകുന്നു. വ്ളാഡിമർ അതെടുത്ത് സൂക്ഷിച്ച് ബാഗിലിടുന്നു. ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും പൈലറ്റിന് ഒരു മുന്നറിയിപ്പ് വരുന്നു. ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്നത് 5500 അടി ഉയരത്തിലാണ്. എത്രയും വേഗം 5500-ൽ നിന്നും 5100-ലേക്ക് ഫ്ലൈറ്റിന്റെ സഞ്ചാരപാത താഴ്ത്തണം. ആ വഴി യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ട് എന്ന്. എന്നാൽ പൈലറ്റ് അത് താഴ്ത്തുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു ഫൈറ്റർ വിമാനം ഇവർ പോകുന്ന ഫ്ലൈറ്റിന്റെ അടുത്തുകൂടെ വരുന്നു. അതിന്റെ ചിറക് ഈ ഫ്ലൈറ്റിനിട്ട് തട്ടുകയാണ്. പെട്ടെന്ന് ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നു. വ്ളാഡിമർ സീറ്റ് ബെൽറ്റ് ഊരാത്തതിനാൽ സീറ്റിൽ സ്റ്റക്കായിരിക്കുന്നു. എന്നാൽ ലാരിസ തെറിച്ചു പോകുന്നു. തെറിച്ചു പോകുന്ന ലാരിസയുടെ കയ്യിൽ വ്ളാഡിമർ മുറുക്കെ പിടിക്കുന്നു. ഒരിക്കലും കൈവിടല്ലേ എന്നവൻ ലാരിസയോട് പറയുന്നു. ഈ സമയം ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരും ചിതറിത്തെറിച്ച് പുറത്തേക്ക് പോവുകയാണ്. ഉടൻ തന്നെ ഫ്ലൈറ്റ് രണ്ടായി പിളർന്നു പോകുന്നു. പിളർന്നു പോയ ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് വ്ളാഡിമറും ബാക്ക് വശത്ത് ലാരിസയും വേർപിരിഞ്ഞു പോകുന്നു. ലാരിസ ഉണ്ടായിരുന്ന ഫ്ലൈറ്റിന്റെ ബാക്ക് വശം മരങ്ങളിൽ തട്ടി അതിന്റെ താഴോട്ടുള്ള വീഴ്ചയുടെ സ്പീഡ് കുറയുന്നു. അപ്പോൾ ലാരിസ പെട്ടെന്ന് ഒരു സീറ്റിൽ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നു. അങ്ങനെ ഫ്ലൈറ്റ് 2 വശത്തായി നിലം പതിച്ചു. വീഴ്ചയിൽ ലാരിസയ്ക്ക് ബോധം പോയിരുന്നു. പിന്നെ കാണിക്കുന്നത് 1 വർഷം മുൻപ് നടന്ന കാര്യങ്ങളാണ്. ദൂരെ എവിടെ നിന്നോ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഭാഗമായി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ലാരിസയെ കാത്തു നിന്നിരുന്ന വ്ളാഡിമർ അവൾക്കരികിൽ എത്തുന്നു. അവനോട് അവൾ ചോദിക്കുന്നു, ഓ അപ്പൊ നീ എന്നെ മറന്നില്ല അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ മറക്കാനോ? വാ, ഞാൻ നിന്നെ വീട്ടിലാക്കാം. പുറത്തൊരു കാർ കിടക്കുന്നത് ചൂണ്ടിക്കാട്ടി അവൻ അവളോട് അതിൽ കയറാൻ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ആരുടെയാണ് ഈ കാർ? ഇതെന്റെ കാറാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി അവൾ ചോദിച്ചു, കാർ വാങ്ങാൻ നിനക്ക് എവിടെ നിന്നാണ് ക്യാഷ്? വല്ല കള്ളക്കടത്തുമാണോ? അവൻ പറഞ്ഞു, അമ്മ എനിക്ക് അമ്മയുടെ കാർ തന്നതാണ്. അങ്ങനെ ലാരിസയുടെ വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ആകെ സങ്കടഭാവം. അവൾ പറഞ്ഞു, പണ്ടൊക്കെ നമ്മൾ പോകാറുള്ള ആ വലിയ ബിൽഡിംഗില്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എത്തി അതിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു നിന്നപ്പോൾ അവൾ, എനിക്കൊരു സിഗരറ്റ് വലിക്കണം, നീ ഒരെണ്ണം വാങ്ങി വരൂ. അപ്പോൾ നേരെ വിരട്ടി തുടങ്ങിയിരുന്നു. അവനത് വാങ്ങാനായി പോയി. അതൊക്കെ വാങ്ങി മടങ്ങി വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം ലാരിസ ആ ബിൽഡിംഗിന്റെ ഏറ്റവും ഉയരത്തിലുള്ള അറ്റത്ത് പോയി താഴോട്ട് ചാടാൻ റെഡിയായി നിൽക്കുന്നു. വ്ളാഡിമർ ഇത് കണ്ടതും കയ്യിലെ ബിയർ കുപ്പിയും സിഗരറ്റ് പാക്കറ്റും താഴോട്ട് എറിഞ്ഞിട്ട് ഓടിച്ചെന്ന് അവളെ പിടിച്ചു വലിച്ച് താഴെ ഇറക്കി. നീ എന്താ ചെയ്യാൻ പോയത്? നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി. എന്നെ എന്റെ അച്ഛനും അമ്മയും വളരെ ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പഠിക്കാൻ വിട്ടത്. എന്നാൽ തോറ്റുപോയിട്ട് ഞാൻ എങ്ങനെ അവരുടെ മുന്നിൽ ചെല്ലും? എന്നാൽ അവൻ അത് കേട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇത്രയും നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യണേൽ ഞാനൊക്കെ ഒരുപാട് വട്ടം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എക്സാമിന് തോറ്റുപോയാലും ജയിച്ചാലും എനിക്ക് നിന്നെ വേണം. നിനക്ക് ഞാനും എനിക്ക് നീയുമുണ്ടല്ലോ, അതുപോലെ എന്നൊക്കെ പറഞ്ഞ് അവളെ അവൻ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി. ലാരിസയുടെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വെട്രോ, അമ്മ സെലിൻ, അവർ അത് വളരെ നിസ്സാര കാര്യമായി
ലാളിത്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പരീക്ഷ തോറ്റുപോയെങ്കിൽ ഇനി ഇവിടെ നിന്ന് പഠിച്ച് വേറൊന്ന് എഴുതിയെടുക്കാം എന്നവർ പറയുന്നു. പക്ഷെ വ്ളാഡിമറിന്റെ വീട്ടുകാർ അങ്ങനെ ആയിരുന്നില്ല. അവന്റെ അമ്മ ഐറിനയ്ക്ക് ലാരിസയുമായുള്ള ബന്ധം ഇഷ്ടമല്ലായിരുന്നു. അവർ അവരോട് ദേഷ്യപ്പെടുകയാണ്. നീ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കാതെ എന്തേലും ജോലിക്ക് പോകൂ. ഞാൻ തന്ന കാറും ക്യാഷുമല്ലേ നിനക്കുള്ളൂ. സ്വന്തമായി ജോലി ചെയ്ത് എന്തേലും ഉണ്ടാക്ക് എന്ന് പറയുന്നു. അപ്പോ വ്ളാഡിമറിന് ദേഷ്യം വന്നിട്ട് അമ്മയുടെ വണ്ടി എനിക്ക് വേണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് കാറിന്റെ കീ അവിടെ വെച്ചിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം അവൻ നേരെ ലാരിസയുടെ കോളേജിലേക്കാണ് പോയത്. അവിടെ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയിൽ അവൻ ഒരു വലിയ പേപ്പറിൽ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്നെഴുതി ലാരിസയെ കാണിക്കുകയാണ്. ഇത് കണ്ട് അവൾ സന്തോഷത്തോടെ ചാടി ഇറങ്ങി വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് അവൾ അവനോട് ചോദിക്കുകയാണ്, എന്താ വീട്ടിൽ സമ്മതിച്ചോ നമ്മുടെ വിവാഹത്തിന്? പക്ഷെ പെട്ടെന്ന് അവന്റെ മുഖം മാറി. അവൻ പറഞ്ഞു, എന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഞാൻ അമ്മ തന്ന കാറ് തിരികെ കൊടുത്തിട്ട് ആ വീട് വിട്ടിറങ്ങി. ഞാൻ എന്തേലും ബിസിനസ് ചെയ്യും, അതിന്റെ കൂടെ പഠിക്കും, നിന്നെയും പഠിപ്പിക്കും, എന്നിട്ട് നിന്നെ പൊന്നുപോലെ നോക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. പെട്ടെന്ന് ലാരിസയുടെ മുഖം മാറി. അവൾ പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? ഞാൻ നിന്റെ കയ്യിൽ പൈസയുണ്ട്, കാറുണ്ട് എന്നൊക്കെ ഓർത്തിട്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? എനിക്ക് ഈ ബന്ധത്തോട് തീരെ താല്പര്യമില്ല. എന്നിട്ട് അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. വ്ളാഡിമർ ഷോക്കായി നിന്നുപോയി. മുന്നോട്ട് നടന്ന അവൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് തിരികെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പൊട്ടാ, ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ. എനിക്ക് കാറും കാശും ഒന്നും വേണ്ട, നിന്നെ മാത്രം മതി. അതിനുശേഷം അവർ വിവാഹം കഴിക്കുകയാണ്. പാർട്ട് ടൈം ജോലിക്കൊക്കെ പോവുകയും പഠിക്കുകയും ചെയ്ത് അവർ ഒരു കൊച്ചു വീട്ടിൽ താമസിച്ച് ജീവിതം ആസ്വദിച്ചു വരികയാണ്. അപ്പോൾ ഒരു ദിവസം ലാരിസയുടെ അമ്മയും അച്ഛനും ആ വീട്ടിലേക്ക് വരുന്നു. സന്തോഷത്തോടെ ലാരിസയും വ്ളാഡിമറും അവരെ സ്വീകരിച്ചു. ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പെട്രോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ട് കാണുമല്ലോ, ഞാൻ കുറച്ച് പൈസ തരാം. എന്നാൽ വ്ളാഡിമർ പറഞ്ഞു, ഓ അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു പ്രസന്റായി ഹണിമൂൺ ട്രിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്, അതിന് പൊക്കോളൂ എന്ന്. എന്നാൽ വ്ളാഡിമർ അതും വേണ്ടാന്ന് വെക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ റെഡിയായിരിക്കുകയാണ്, അത് മതി എന്നവൻ പറഞ്ഞു. അവൻ ഒരു അഭിമാനിയാണ്, കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ അവൻ താല്പര്യപ്പെടുന്നു. പിന്നെ കാണിക്കുന്ന ലാരിസയും വ്ളാഡിമറും ഒരു സിനിമ കാണാൻ പോവുകയാണ്. ആ സിനിമയിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റും അതിൽ നിന്നൊരാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് കഥ. എന്നാൽ ലാരിസയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. വ്ളാഡിമറെ, നീ മേലാൽ ഇങ്ങനെയുള്ള സിനിമയ്ക്ക് എന്നെ കൂട്ടരുത്, ഇത്തരത്തിലുള്ള സിനിമ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു അവൾ. എന്നിട്ട് രണ്ടാളും പുറത്തു വരുന്നു. അവൾ പറഞ്ഞു, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങും പോകരുത്. അവൻ പറഞ്ഞു, ഞാൻ ആ കോഫി ഷോപ്പിൽ കാണുമെന്ന്. അവൾ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരുമ്പോൾ തികച്ചും അസ്വാഭാവികത തോന്നുന്നു. അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ബ്ലിങ്കുന്നു. ആരോ അവൾക്ക് പിറകിൽ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. ഭയമാകുന്നു. അവൾ തിയേറ്ററിന് പുറത്തേക്ക് വരുവാണ്. എന്നാൽ അവൾ ഡോറ് തുറന്ന് പുറത്തു വരുമ്പോൾ അവിടൊക്കെ ഭയങ്കര കാടാണ്. അവൾക്കാകെ അത്ഭുതം തോന്നുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. വ്ളാഡിമർ എവിടെയെന്ന് അറിയുന്നുമില്ല. ഡോറ് തുറന്ന് വെളിയിൽ കണ്ട കാടിനുള്ളിലേക്ക് അവൾ പതിയെ നടന്നു. അപ്പോൾ ആ കാട്ടിൽ ഒരു വിമാനം തകർന്ന് അതിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അവൾ അങ്ങോട്ടേക്ക് ചെന്നു. വിമാനത്തിന്റെ സീറ്റിൽ ഒരു സ്ത്രീ ശരീരം നിറയെ മുറിവുകളൊക്കെയായി കിടക്കുകയാണ്. തെല്ലൊരു ഭയത്തോടെ അവൾ ആ സ്ത്രീയെ നോക്കുകയാണ്. അപ്പോൾ അവൾ ഞെട്ടിത്തരിക്കുന്നു. കാരണം ആ സ്ത്രീ അത് മറ്റാരുമല്ല, അവൾ തന്നെയായിരുന്നു. അവൾ പെട്ടെന്ന് വിമാനത്തിന്റെ സീറ്റിൽ നിന്നും ഞെട്ടി ഉണർന്നു. ഇത്രയും നേരം നടന്നത് ആക്സിഡന്റിൽ ബോധരഹിതയായി കിടന്ന ലാരിസയുടെ വെറും സ്വപ്നം മാത്രമായിരുന്നില്ല. അത് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ കണ്ണു തുറന്ന ലാരിസ നോക്കുമ്പോൾ അവളുടെ ദേഹം മുഴുവനും മുറിവുകളാണ്. പല്ലു വരെ പോയിരിക്കുന്നു. മാത്രമല്ല, ഒരു ഇരുമ്പ് കമ്പി അവളുടെ കാലിലൂടെ തുളച്ചു കയറി അപ്പുറം കടന്നിരിക്കുന്നു. വേദന കൊണ്ട് അവൾ നിലവിളിക്കുകയാണ്. വ്ളാഡിമറിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ കാട്ടിൽ അത് കേൾക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ അടുത്ത് ഒരു സ്ത്രീ കിടക്കുന്നത് അവൾ കണ്ടു. തൊട്ടു നോക്കുമ്പോൾ അവർ തലയിൽ എന്തോ അടിച്ചു പൊട്ടി മരിച്ചാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. കുറച്ച് മൃതദേഹങ്ങളല്ലാതെ ജീവനുള്ള ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവൾ സർവ്വശക്തിയും എടുത്ത് വേദന സഹിച്ച് അവളുടെ കാലിൽ തുളച്ചു കയറിയ ആ കമ്പി വലിച്ചൂരുകയാണ്. നിൽക്കാതെ രക്തം ഒഴുകുന്നുണ്ട്. അങ്ങനെ രക്തം വാർന്ന് അവൾ വീണ്ടും ബോധം കെട്ടു പോകുന്നു. അതേസമയം പ്ലെയിൻ ക്രാഷ് നടന്ന വിവരം പട്ടാളക്കാർ അറിയുന്നു. ക്യാപ്റ്റൻ വിക്ടറിനെ മിലിറ്ററി ജനറൽ വിളിച്ചു വരുത്തി പറയുകയാണ്, എത്രയും പെട്ടെന്ന് ആ ഫ്ലൈറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ, എന്തു കാരണത്താലാണ് ഈ അപകടം നടന്നത്, ഇതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടോ എന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഉടൻ തന്നെ ക്യാപ്റ്റൻ വിക്ടറും സംഘവും അങ്ങോട്ടേക്ക് പോയി വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു എന്ന നിഗമനത്തിൽ എത്തുന്നു. അതിനുശേഷം പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തി ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് അവരുടെ അഡ്രസ്സിലേക്ക് കത്തയക്കുന്നു.
ലാരിസയുടെ അമ്മ സെലിനാണ് കത്ത് കിട്ടുന്നത്. അവർ അത് വായിച്ചിട്ട് ഷോക്കായി കരയുന്നു. പിന്നീട് കാണിക്കുന്നത് വിക്ടറും സംഘവും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ വിമാനം കിടക്കുന്ന സ്ഥലത്തേക്ക് അന്വേഷണത്തിനായി പോവുകയാണ്. അപകടത്തിൽ രണ്ടായി പിളർന്ന വിമാനം കാടിന്റെ രണ്ട് വശങ്ങളിലാണ് വീണത്. ബോധരഹിതയായി കിടന്ന ലാരിസ മുകളിലൂടെ പോകുന്ന ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്നു. അവൾ അടുത്തു കണ്ട ഒരു മൃതദേഹത്തിൽ നിന്നും ഒരു തുണിക്കഷ്ണം എടുത്തുകൊണ്ട് അത് മുകളിലേക്ക് ഉയർത്തി ഒച്ചയുണ്ടാക്കി. ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഇത് കണ്ടിട്ട് വിക്ടറിനോട് പറഞ്ഞു, സാറേ, ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, താഴെ കൂടി നടക്കുന്നത് ഞാൻ കണ്ടു. വിക്ടർ പറയുകയാണ്, എടോ, താൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? വിമാനത്തിൽ നിന്നും വീണ ആളാണെന്നാണോ താൻ ഉദ്ദേശിക്കുന്നത്? വിമാനം വീണത് 5500 അടി ഉയരത്തിൽ നിന്നുമാണ്. അത്ര ദൂരത്തു നിന്ന് വീണാൽ ആരെങ്കിലും ജീവനോടെ കാണുമോ? അതാ കാട്ടിലുള്ള ആരെങ്കിലും ട്രൈബ്സ് ആകും. ഇത് കേട്ട പൈലറ്റിന് അത് ശരിയാണെന്ന് തോന്നി. ഈ സമയം ഫ്ലൈറ്റിന്റെ മുൻവശം വീണ് കിടക്കുന്ന ഭാഗത്ത് ഒരു അന്വേഷണ സംഘം എത്തി തിരച്ചിൽ നടത്തുകയാണ്. അവർക്ക് ഒരുപാട് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിട്ടുന്നു. അത് അവർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പിന്നെ കാണിക്കുന്നത് പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് മിലിറ്ററി ജനറൽ വരുന്നു. അദ്ദേഹം വിക്ടറിനോട് പറയുകയാണ്, നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ മാത്രം പോരാ, ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുകൂടി അരിച്ചു പെറുക്കി നോക്കണം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അത്രയും പെട്ടെന്ന് തിരികെ എല്ലാവർക്കും പോകാം എന്ന് പറയുന്നു. ഈ സമയം ലാരിസയുടെ അമ്മ, മകൾ ആക്സിഡന്റിൽ മരിച്ചു എന്ന് മാത്രമാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത്. സെലിന കത്തുമായി ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ മകൾ അപകടത്തിൽ മരിച്ചു എന്നാണ് കത്തിലുള്ളത്. അവൾ പോയത് ഒരു ഫ്ലൈറ്റിലാണ്. അവൾ എങ്ങനെ മരിച്ചു, അവൾക്ക് എന്തു പറ്റി എന്ന് വ്യക്തമായി എനിക്കൊരു വിശദീകരണം വേണം എന്ന് പറയുന്നു. എന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അതിന് ഒരു കൃത്യമായി മറുപടി നൽകുന്നില്ല. അങ്ങനെ സെലിനാകെ വിഷമത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാരിസിയാണ്. അവൾ കാലിലെ മുറിവ് ഒരു തുണി വലിച്ചു കീറി കെട്ടി ഒരു വടിയൊക്കെ സംഘടിപ്പിച്ചു. കാലുവയ്യല്ലോ കുത്തി നടക്കാൻ. എന്നിട്ട് ആരേലും ജീവനോടെ ഉണ്ടാകുമെന്നോർത്ത് അവൾ ഉറക്കെ വിളിക്കുകയാണ്. എന്നാൽ ആരും അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതാ മുന്നിൽ ഒരു കടുവ അവിടെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരുടെ മൃതദേഹങ്ങൾ തിന്നുകയാണ്. എന്നാൽ കടുവ അവളെ കണ്ടതും അവൾക്ക് നേരെ ഓടി വരികയാണ്. അവൾ പേടിച്ചു വിറച്ച് കാലിന്റെ വേദന വകവെക്കാതെ ഓടുകയാണ്. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെ വരുന്നതും അതിന്റെ സൗണ്ട് കേട്ട് കടുവ അതിനു പിന്നാലെ ഓടുന്നതും. അങ്ങനെ തൽക്കാലത്തേക്ക് ലാരിസ കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ്. കടുവ പോയപ്പോൾ അവൾ അവിടെ തളർന്നിരുന്നു, വിഷമിക്കുകയാണ്. ഒറ്റയ്ക്ക് ഈ കാട്ടിൽ ഇനി എന്ത് ചെയ്യും? ആകെയുള്ളത് കൂട്ടായി കുറച്ച് മൃതദേഹങ്ങൾ മാത്രം. അപ്പോഴാണ് അവൾക്ക് തോന്നിയത്, ഫ്ലൈറ്റിന്റെ മുൻവശത്താണല്ലോ വ്ളാഡിമർ. ആ ഫ്ലൈറ്റിന്റെ ഭാഗം ചെന്ന് വീണത് എവിടാണെന്ന് കണ്ടുപിടിച്ചാൽ അവൻ ജീവനോടെ കാണുമായിരിക്കും. എങ്ങനെയെങ്കിലും അവന്റെ അടുത്ത് എത്തണം. പക്ഷെ അത് വീണത് ഈ ഭാഗത്തിന്റെ എതിർ ദിശയിലാവും. എങ്ങനെ ദിശ മനസ്സിലാക്കും? അപ്പോഴാണ് പണ്ട് വ്ളാഡിമർ ദിശ മനസ്സിലാക്കുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തന്നത് അവൾ ഓർത്തത്. ഒരു പിന്ന് തപ്പുകയാണ്. അത് ശരീരത്തിൽ ഒന്ന് ഉരച്ചാൽ അതിൽ ചെറിയൊരു ചൂട് കിട്ടും. അതുവഴി ഒരു എനർജി കിട്ടും. എന്നിട്ട് ആ പിന്ന് ഒരു ഇലയുടെ മുകളിൽ വെച്ചിട്ട് ആ ഇല വെള്ളത്തിലിടണം. അപ്പോൾ ആ ഇലയുടെ അറ്റം ഒരു സൈഡിലേക്ക് തന്നെ നിൽക്കും. അതാണ് തെക്ക്. അങ്ങനെ അവൾ ആ ട്രിക്കിലൂടെ ദിശ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ നടക്കാൻ പാകത്തിന്റെ ചെരുപ്പിന്റെ ഹീലൊക്കെ എടുത്തു മാറ്റുന്നു. നല്ലൊരു വടി കുത്തി നടക്കാൻ റെഡിയാക്കുന്നു. ഒരു കവറിൽ കുടിക്കാൻ വെള്ളം തോട്ടിൽ നിന്നും എടുത്തു. എന്നിട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയം കാട് മുഴുവനും സെർച്ചിങ്ങിന് വന്ന ഗാർഡ്സ് സെർച്ച് ചെയ്യുന്നുണ്ട്. ലാരിസ നടന്നു മടുത്ത് ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ഓർക്കുകയാണ് വ്ളാഡിമറിനോടൊപ്പം കാട്ടിലൂടെ ട്രെക്കിങ്ങിന് പോയതും സന്തോഷ നിമിഷങ്ങളും. അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അങ്ങനെ അവൾ വീണ്ടും വ്ളാഡിമറിനെ തപ്പി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചതുപ്പ് നിലം കാണുന്നു. ആ വഴി നടന്നാൽ താണു പോകുമോ എന്ന് സംശയം തോന്നി അവൾ കയ്യിലുള്ള കമ്പ് കൊണ്ട് ഒന്ന് കുത്തി നോക്കുകയാണ്. എന്നാൽ അത് ഒരുപാട് താണു പോയില്ല. അപ്പോൾ അവൾ അതിലേക്ക് ചവിട്ടി നോക്കിയതും അവൾ താണു പോവുകയാണ്. ആ ചെടിയിൽ നിന്ന് ഇനി ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഒരു സൈഡിലായി അവൾക്ക് പിടുത്തം കിട്ടി. അതിൽ പിടിച്ച് ഒരുവിധം അവൾ കരയ്ക്ക് കയറി. എന്നിട്ട് അവൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് വയ്യാത്ത ആ കാലും വലിച്ചു വലിച്ച് വടിയം കുത്തി കയറുകയാണ്. കാലിന്റെ വേദന കാരണം കാല് വഴുതി അവൾ താഴോട്ട് വീഴുകയാണ്. ആ വീഴ്ചയിൽ അവൾക്ക് ബോധം പോയി. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവൾ എണീറ്റ് വീണ്ടും ഒരുവിധം നടന്നു തുടങ്ങുകയാണ്. കാരണം അവൾക്ക് ഏതു വിധേനയും വ്ളാഡിമറിന്റെ അടുത്ത് എത്തിയേ ഒക്കൂ. ഈ സമയം വിക്ടർ ക്രാഷ് ഉണ്ടാക്കിയ ആ ഫൈറ്റർ ജെറ്റ് വിമാനം ഓടിച്ചിരുന്ന 2 പൈലറ്റുമാരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ അവർ പറയുന്നു, അവർ രണ്ടുപേരും ഓരോ ഫൈറ്റർ ജെറ്റ് വിമാനം പറത്തിക്കൊണ്ട് വരികയായിരുന്നു. 5500 അടി ഉയരത്തിലായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ ഈ പാസഞ്ചർ ഫ്ലൈറ്റ് കണ്ടു. അപ്പോൾ തന്നെ കുറച്ച് ഡൈവ് ചെയ്തു. എന്നാൽ മറ്റേയാൾ കാണുന്നത് വൈകിയാണ്. അയാൾ ഡൈവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ ചിറക് ഈ പാസഞ്ചർ ഫ്ലൈറ്റിൽ തട്ടി. അത് ക്രാഷ് ആവുകയാണ് ഉണ്ടായത്. ഇത് കേട്ട വിക്ടറിന് അവരെ തെറ്റു പറയാനോ കുറ്റക്കാരാക്കാനോ ഒന്നും കഴിയാതെ വരികയാണ്. ഈ സമയം ലാരിസ അവൾ നടന്നു വരുമ്പോൾ അതാ വീണ്ടും
ആ കടുവ. അവൾ അതിനെ കണ്ടതും കാലിന്റെ വേദന വകവയ്ക്കാതെ ഓടുകയാണ്. പിന്നാലെ കടുവ അവളെ പിടിക്കാനായി ഓടി വരുന്നു. അങ്ങനെ ഓടിയ അവൾ ഒരു പാറയിടുക്കിലൂടെ കുഴിയിലേക്ക് വീഴുകയാണ്. അത് പക്ഷെ നന്നായി. ഒരുപാട് മുറിവും വേദനയും ഉണ്ടായെങ്കിലും കടുവയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. കുറച്ചുനേരം കടുവ അവളെ നോക്കി കാണാഞ്ഞിട്ട് തിരികെ പോയി. അതിനുശേഷം കുഴിയിൽ നിന്നും അവൾ വളരെയധികം ബുദ്ധിമുട്ടി കരയ്ക്ക് കയറി. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. സന്ധ്യയോടടുക്കുന്നതിനാൽ അത്യധികം തണുപ്പാണ്. അവൾ കാല് വലിച്ചു വലിച്ച് പതിയെ നടക്കുമ്പോൾ അവിടെ ഒരു പെട്ടി. അവൾ ആ പെട്ടി തുറന്നതും അവൾക്ക് സങ്കടമാവുകയാണ്. കാരണം ഏറെ നാളുകൾക്ക് ശേഷം ഗ്രൂമോ എന്നൊരാൾ തന്റെ ഭാര്യയെയും മക്കളെയും കാണാൻ പോകുവാണെന്ന് പറഞ്ഞില്ലേ, ആ ആളുടെ പെട്ടിയായിരുന്നു അത്. അതിൽ കുറച്ച് ആഹാരമുണ്ടായിരുന്നു. അവൾ അത് കഴിച്ചു. ഒരു ലൈറ്റർ കിട്ടി. അതുകൊണ്ട് കുറച്ച് വിറക് കൂട്ടി തീയിട്ടു. ആ പെട്ടിയിൽ അയാൾ മക്കൾക്ക് വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് കണ്ണു നിറഞ്ഞു. പിന്നെ വ്ളാഡിമറിനോടൊപ്പം ട്രെക്കിങ്ങിന് പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവൾ ടെന്റിന് വെളിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വ്ളാഡിമർ കുറച്ചു മാറിയിരുന്ന് ഒരു ബുക്കിൽ എന്തോ കുത്തി കുറിക്കുകയാണ്. അവൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, സർപ്രൈസ് ആണെന്ന് പറഞ്ഞവൻ അത് മറയ്ക്കുന്നു. മഴയ്ക്ക് മൂടാൻ തുടങ്ങി. അവൻ അവളോട് ടെന്റിൽ കയറിക്കോ, ഞാൻ കുറച്ച് വിറകെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോകുന്നു. അവൾ ടെന്റിൽ കയറി. കുറച്ചു നേരമായിട്ടും അവനെ കാണുന്നില്ല. നേരം ഇരുട്ടി തുടങ്ങി. അവൾക്ക് ഭയമായി. അവൾ കാടിനോട് ചേർന്ന് ചെന്ന് ഉറക്കെ വിളിച്ചു, വ്ളാഡിമർ. എന്നാൽ അവനെ കണ്ടില്ല. അവൾക്ക് പേടിയായി. അപ്പൊ മഴ വന്നു. അവൾ തിരിച്ചു വന്ന് ടെന്റിൽ കയറി. കുറച്ചു കഴിയുമ്പോൾ അവൻ വന്നു. അവൾ പിണങ്ങിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ പറഞ്ഞു, വിറക് കിട്ടാതെ വന്നു, അതാണ് വൈകിയത്. അവൾ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. പിന്നെ അവൻ അവളോട് സോറിയൊക്കെ പറഞ്ഞ് ദേഷ്യം മാറ്റി. ഇതൊക്കെ ഓർത്ത് ലാരിസ സങ്കടപ്പെട്ട് ആ കാടിനുള്ളിൽ ആ രാത്രി കഴിച്ചുകൂട്ടി. ഈ സമയം വിക്ടർ മിലിറ്ററി ജനറലിനോട് താൻ അന്വേഷിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. വിക്ടർ പറയുന്നു, ഈ പാസഞ്ചർ വിമാനത്തിലെ പൈലറ്റിനെയും ഫൈറ്റർ ജെറ്റ് ഓടിച്ചിരുന്ന പൈലറ്റിനെയും രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ വിക്ടറിനാവുന്നില്ല. എന്തെന്നാൽ രണ്ടുപേരുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം ഫൈറ്റർ ജെറ്റ് ഓടിച്ചിരുന്ന പൈലറ്റുമാർക്ക് കൺട്രോൾ റൂമിൽ നിന്നും ഇങ്ങനെ ഒരു പാസഞ്ചർ വിമാനം വൈകി വരുന്നെന്ന ഇൻഫർമേഷൻ നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു വന്നത്. അത്രയ്ക്ക് സ്പീഡിൽ വരേണ്ട കാര്യം അവർക്കുമില്ലായിരുന്നു. എന്തായാലും വിക്ടറിന് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ലെന്ന് ജനറലിനോട് പറയുകയാണ്. ഈ സമയം നമ്മുടെ ലാരിസ, അവൾ ആ വിമാനത്തിൽ വ്ളാഡിമർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഭാഗം അത് തപ്പി ഇറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തോടെ നടക്കുകയാണ്. അങ്ങനെ അവൾ ഒരു മലയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു നദിയുടെ തീരത്ത് ആ വിമാനത്തിന്റെ ഭാഗം അവൾ കാണുന്നു. അങ്ങനെ അവൾ താഴോട്ട് വളരെ ബുദ്ധിമുട്ടി ഇറങ്ങി നദിയുടെ അരികിലെത്തി. എന്നാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു നദിയിൽ. ഒഴുക്ക് കുറഞ്ഞ ഒരു ഭാഗം നോക്കി അവൾ നദീ തീരത്തുകൂടെ നടന്നു. അങ്ങനെ അവൾ അവിടെ ഇറങ്ങി. കാലിന്റെ വേദനയും മുറിവും കാരണം ബലമൊക്കെ നഷ്ടപ്പെട്ടു. അവൾ വഴുതിപ്പോയി. ഒരുപാട് കല്ലുകളിൽ തട്ടി തട്ടി താഴോട്ട് ഒഴുകി പോവുകയാണ്. എന്നാൽ അവളുടെ മനോബലം ഒന്നുകൊണ്ടും ആ വിമാനത്തിൽ അവളുടെ വ്ളാഡിമർ കാണുമെന്ന പ്രതീക്ഷയും മരണത്തിന്റെ വക്കിൽ നിന്നും പിടിച്ചു കയറാനുള്ള പ്രചോദനമായി. അങ്ങനെ അവൾ ഒരു പാറക്കല്ലിൽ പിടിച്ച് ഒരുവിധം രക്ഷപ്പെട്ടു. എന്നിട്ട് തകർന്നു കിടക്കുന്ന ആ വിമാനത്തിന്റെ ഭാഗത്തിന് നേരെ ഓടിച്ചെന്നു. എന്നാൽ അവിടെ വ്ളാഡിമറിനെ കാണാൻ സാധിച്ചില്ല. ഒരു പൈലറ്റ് ആ വിമാനത്തിന്റെ സീറ്റിൽ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവൾക്ക് ആകെ നിരാശ തോന്നി. കുറെ കരഞ്ഞു. എന്നിട്ട് അവിടെ ഒക്കെ നോക്കിയപ്പോൾ ഒരു ഫ്ലെയർ ഗണ്ണ് കിട്ടി. അവൾ അതെടുത്ത് അതിൽ ബുള്ളറ്റ് ഇടുകയാണ്. ഈ സമയം ലാരിസയുടെ വീട്ടിൽ അമ്മ സെലിൻ മകൾക്ക് എന്തു പറ്റിയെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ബെട്രോ അവിടേക്ക് വരുന്നു. അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നെന്നും അവൾ അതിൽ ഉണ്ടായിരുന്നു എന്നും. സെലിൻ വല്ലാതെ വിഷമിച്ചു കരയുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നു. അപ്പോ ബെട്രോയുടെ ഒരു ഫ്രണ്ട് മിലിറ്ററിയിൽ ഉണ്ടെന്നും അദ്ദേഹത്തെ കണ്ട് സഹായം ചോദിക്കാമെന്നും പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ലാരിസയുടെ മാതാപിതാക്കളോടൊപ്പം വ്ളാഡിമറിന്റെ അമ്മ ഐറനിയും ഉണ്ട്. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ ഗേറ്റ് കീപ്പേഴ്സ് അവരെ തടയുകയാണ്. പാസ് ഉണ്ടെങ്കിലേ കയറ്റി വിടൂ എന്ന് പറയുന്നു. അവർ പറഞ്ഞു, ജനറൽ എന്റെ ഫ്രണ്ടാണ്, മാത്രമല്ല ഇതുപോലൊരു ആപൽഘട്ടത്തിലാണ് ഞങ്ങൾ, ദയവായി കടത്തിവിടണമെന്ന് പറഞ്ഞു നോക്കി. എന്നാൽ അതൊക്കെ കേട്ടിട്ടും അവരെ കടത്തിവിട്ടില്ല. കുറെ തർക്കിച്ചിട്ട് അവർ തിരികെ വന്ന് നിരാശരായി കാറിൽ കയറി. എന്നാൽ കാർ ഓടിച്ചിരുന്നത് വ്ളാഡിമറിന്റെ അമ്മ ഐറനിയാണ്. സെലിനും മെട്രോയും കാറിന്റെ ബാക്കിലായിരുന്നു. ഐറിനി കാർ ഓടിക്കാൻ കയറി രണ്ടും കൽപ്പിച്ച് കാർ സ്റ്റാർട്ടാക്കി ഫസ്റ്റിലിട്ട് ഒരൊറ്റ വെടിയില് ഐറിന അടച്ചിട്ട് ഗേറ്റ് തട്ടിത്തെറിപ്പിച്ച് അകത്തേക്ക് പോയി. ഗേറ്റ് കീപ്പേഴ്സ് ചാടി മാറിയിട്ട് അവർക്ക് പിന്നാലെ ചെന്നു. എങ്കിലും അവർ അപ്പോൾ ജനറലിന്റെ അടുത്ത് എത്തിയിരുന്നു. പിന്നാലെ വന്ന ഗേറ്റ് കീപ്പേഴ്സ് അവർക്ക് നേരെ ദേഷ്യത്തിലെത്തിയപ്പോൾ ജനറൽ അവരെ തടഞ്ഞു. പെട്രോയെ ചൂണ്ടി തന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗേറ്റ് കീപ്പേഴ്സ് പിന്മാറി. അങ്ങനെ ഓഫീസേഴ്സ് അവരെ വിളിച്ചുകൊണ്ട് അകത്തുപോയി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇത്ര ദൂരത്ത് നിന്നാണ് ക്രാഷ് ഉണ്ടായത്, അതിലാരും
രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇത് കേട്ട ഐറിന ചോദിച്ചു, എന്റെ മകന് തീരെ പ്രായം കുറവാണ്, എനിക്ക് അവന്റെ ബോഡിയെങ്കിലും വേണമെന്ന്. ഇത് കേട്ട് വിക്ടർ പറഞ്ഞു, ബോഡി എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഐറിനയ്ക്ക് ദേഷ്യം വരികയാണ്. അവൾ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബോഡി കിട്ടാതെ മരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അവർ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി അവരെ അന്വേഷിക്കാൻ പറഞ്ഞ് അവൾ അലമുറയിട്ട് കരയുകയാണ്. അങ്ങനെ ജനറൽ കാട്ടിലേക്ക് ഒരു സംഘത്തെ കൂടി സെർച്ചിങ്ങിനായി വിട്ടിട്ട് പെട്രോയോടും മറ്റും അവിടെ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ ജനറൽ വിക്ടറിനെയും കൂട്ടി വെളിയിൽ നിന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ജനറൽ ചോദിച്ചു, വിക്ടറെ, നീ എന്ന് കാടിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ അസാധാരണമായി എന്തെങ്കിലും കണ്ടോ എന്ന്. അപ്പോൾ വിക്ടർ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും കണ്ടില്ല. എന്നാൽ പൈലറ്റിന് ഒരു പെൺകുട്ടിയെ പോലെ ആരോ കാട്ടിലൂടെ നടക്കുന്നതായി തോന്നിയെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ അത് ആ കാട്ടിലെ വല്ല ഡ്രൈവ്സും ആകും. ഇത് കേട്ട ജനറൽ ഞെട്ടിപ്പോവുകയാണ്. വിക്ടർ, നീ എന്ത് പണിയാ കാണിച്ചത്? ആ കാട്ടിൽ അങ്ങനെ ട്രൈബ്സ് ഒന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്നും 10-30 കിലോമീറ്റർ അകലെയാണ്. എന്തായാലും ആരോ ഒരാൾ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. നീ കാണിച്ചത് വിഡ്ഢിത്തരമാണ്. ജനറൽ പറയുന്നത് കേട്ട വിക്ടറിനും തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് പോയി അവരെ രക്ഷപ്പെടുത്താൻ പറയുകയാണ് ജനറൽ. ഈ സമയം ലാരിസ, അവൾ തണുത്തു വിറച്ച് നടക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ലൈറ്റർ ഒന്ന് കത്തിച്ച് ചൂടിനു വേണ്ടി കുറച്ച് വിറക് കത്തിക്കാൻ നോക്കുകയാണ്. എന്നാൽ തണുത്തിരിക്കുന്ന ലൈറ്റർ കത്തുന്നില്ല. അപ്പോൾ ആ പാവം കയ്യിലുണ്ടായിരുന്ന ഒരു കവർ തലയിലൂടെയിട്ട് അതിനുള്ളിൽ മുഖം വെച്ചപ്പോൾ കിട്ടുന്ന ചെറു ചൂടിൽ അവളുടെ ശ്വാസം ലൈറ്ററിലൂതി ആ ചൂട് കൊണ്ട് ലൈറ്റർ കത്തുമെന്ന് പ്രതീക്ഷയിൽ ഊതുകയാണ്. എന്നാൽ അത് നടക്കുന്നില്ല. അങ്ങനെ അവൾ തളർന്നു പോവുകയാണ്. ഉറക്കെ കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ലാരിസ സവസ്കിയ എന്ന ആ പെൺകുട്ടി വീണു പോവുകയാണ്. ആ വീഴ്ചയിൽ അവൾ മുകളിലെ ഒരു മരത്തിൽ അവളുടെ വ്ളാഡിമറിന്റെ ബാഗ് കാണുന്നു. അപ്പോൾ തന്നെ ചാടി എണീറ്റ് അവൾ ആ ബാഗ് വലിച്ചെടുത്ത് നോക്കിയപ്പോൾ പണ്ട് വ്ളാഡിമർ ഒരു ബുക്കിൽ എന്തോ കുത്തിക്കുറിക്കുമ്പോൾ അത് എന്താണെന്ന് അവൾ ചോദിച്ചില്ലേ? ഒരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അവനത് മറച്ചു വെച്ചില്ലേ? ആ ബുക്ക്. അതിൽ വ്ളാഡിമർ അവർ പോയ സ്ഥലങ്ങളിൽ അവൾ നിൽക്കുന്ന പലതരത്തിലുള്ള ചിത്രങ്ങൾ അവൻ വരച്ചു വെച്ചേക്കുകയാണ്. അവർ ഒരുമിച്ചുണ്ടായിരുന്ന പല സമയത്തെ പലതരം ചിത്രങ്ങൾ അവൻ വരച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഏങ്ങി ഏങ്ങി കരയുകയാണ്. അപ്പോൾ അവൾക്ക് അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ആവേശം കൂടി വരികയാണ്. അവൾ പിന്നെ നടക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. കാലിലെ മുറിവ് വല്ലാത്ത ഒരു അവസ്ഥയിലെത്തി. ചെളിയും രക്തവും കൊണ്ട് അവൾ ആ മുറിവിലെ തുണി ഊരി മാറ്റി മറ്റൊരു തുണി മുറുക്ക കെട്ടുകയാണ്. എന്നിട്ട് മഴയത്തു കൂടി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം അവൾ കാണുകയാണ്, അവളുടെ വ്ളാഡിമർ ആ തകർന്ന ഫ്ലൈറ്റിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവൻ ഇരിക്കുന്നു. അവൾക്ക് സന്തോഷമാവുകയാണ്. അവൾ അവനെ കണ്ടതും ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ്. നിറയെ ചെളികൾ കൊണ്ട് നിറഞ്ഞ അതിലെ ഒരുവിധം ഓടിച്ചെന്ന് അവനെ കണ്ടതും കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവൾക്ക് തോന്നുകയാണ് അവൻ അവളോട് സംസാരിക്കുന്നതായി. ലാരിസ, നീ മിടുക്കിയാണ്, ധൈര്യശാലിയാണ്. എങ്ങനെ നീ ഇവിടം വരെ എത്തി? നീ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാനല്ലേ നിന്നെ ഈ ട്രിപ്പിന് കൂട്ടിക്കൊണ്ടുവന്നത്. അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നീ സോറി ഒന്നും പറയണ്ട, അതൊന്നും സാരമില്ല. നിന്റെ ബാഗ് എനിക്ക് കിട്ടി. അതിൽ നമ്മുടെ എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടായിരുന്നില്ലേ, അത് കിട്ടി. ഞാനത് നിനക്ക് ഇട്ടുതരാം എന്ന് പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും റിംഗ് എടുത്ത് അവൻ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ ചോദിക്കുന്നതായി തോന്നുവാണ്, നീ ആ ബാഗിലുള്ള ബുക്ക് കണ്ടുവല്ലേ? സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. അവൾ പറയുന്നു, അതെ, ഞാൻ കണ്ടു. അങ്ങനെ അവൾ അവനോട്, നിന്റെ മടിയിൽ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നു. അങ്ങനെ അവൾ മയങ്ങി പോവുകയാണ്. അപ്പോൾ വിക്ടർ സംഘവും സെർച്ചിങ്ങിനായി അവിടേക്ക് വരുന്നു. ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ടിട്ട് അവൾ ഞെട്ടി ഉണർന്നു. അവൾ പറയുകയാണ്, വ്ളാഡിമർ എണീക്ക്, നമ്മളെ രക്ഷിക്കാൻ ആള് വരുന്നു എന്ന്. അവനെ തട്ടി വിളിക്കുമ്പോഴാണ് പാവം അവൾ സ്വബോധത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് അവൾ യഥാർത്ഥത്തിലുള്ള അവന്റെ മുഖം കാണുന്നതും മനസ്സിലാക്കുന്നതും. തലയുടെ ഒരു ഭാഗം തകർന്ന മുറിവാണ്. അവൻ നേരത്തെ മരിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഒരു ഭ്രാന്തിയെ പോലെ അലറുകയാണവൾ. നല്ല മഴയും ഒരു കുഴി പോലുള്ള ചെളിക്കുണ്ടിലാണ് അവളിപ്പോൾ. സെർച്ചിങ്ങിനായി വന്ന ആളുകൾ അവളെ കാണുന്നില്ല. എന്നാൽ അവർ അവിടെ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവൾ താഴ്ചയിൽ നിന്നും വലിഞ്ഞു കയറുകയാണ്. അപ്പോഴേക്കും പട്ടാളക്കാർ അവിടെ നിന്നും പോയി. അങ്ങനെ മുകളിൽ കയറിയ അവൾ കയ്യിലുള്ള ഫ്ലയർ ഗൺ എടുത്ത് അതിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നതിട്ട് മുകളിലേക്ക് ഒറ്റവെടി. ആ ശബ്ദം കേട്ട പട്ടാളക്കാർ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവളെ കാണുന്നു. അപ്പോഴേക്കും അവൾ വീണുപോയിരുന്നു. അങ്ങനെ അവർ അവളെ രക്ഷപ്പെടുത്തുകയാണ്. അവർ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് അവളെ ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അവൾക്ക് തോന്നുകയാണ് താഴെ ലാരിസ സവസ്കിയയുടെ എല്ലാമായ വ്ളാഡിമർ നിൽക്കുന്നതായി. അവൻ അവൾക്ക് ബൈ പറയുന്നതായി അവൾക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ കഥയെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? എങ്കിലൊന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുതേ പ്ലീസ്. അടുത്ത കഥയുമായി ഉടൻ വരാം. ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.